കുമ്പകുലുക്കി അരമണി കിലുക്കി നാടിനെ വിറപ്പിക്കാൻ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പുലിമടകളൊക്കെ തന്നെ സജീവമാണ്. പെയിന്റ് ഇറക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ചമയ പ്രദർശനം സീതാറാം മിൽസിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശൂർ മേയർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ആദ്യമായി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒരു ആർപ്പ വിളിച്ചു തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഈ താളം പിടിക്കുന്നുണ്ടോ? ഈ ചെണ്ടയുടെ താളത്തിനൊപ്പം നമ്മള് താളം പിടിച്ചത് കണ്ടതാ. ഇനി താളമില്ല. എന്താണ്, വലിയ ആഘോഷമാണല്ലോ. പ്രാവശ്യത്തെ വലിയ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുലിക്കളി മുന്നോട്ട്. കാരണം ഇതൊരു തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. ഇതിനെ നിലനിർത്തേണ്ടത് തൃശ്ശൂർ പൗരാവലിയുടെ ഭാഗമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടാണ് ഈ പ്രാവശ്യം വളരെ ഭംഗിയോട് കൂടി പുതിയ ചില സംരംഭങ്ങളടക്കമാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 2020 ഞാൻ അധികാരത്തിൽ വരുമ്പോൾ 5 ടീമാണ് ഉണ്ടായിരുന്നത്. അത് 2023 ആയപ്പോൾ അത് 7 ടീമായി. ഇപ്പം അത് 9 ടീമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പുരോഗതിയിലേക്ക് നയിക്കണം. നിറയും, പുലിക്കൂട്ടങ്ങളെ കൊണ്ട് നിറയും. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു 450 പുലികൾ ഇന്ന് ലോകത്തിൽ ആകെ കൂടി സ്വരാജ് റൗണ്ടിനെ പോലുള്ള ഒരു സ്ഥലമില്ലാത്ത തൃശ്ശൂർ മാത്രമാണ്. അവിടെ 450 പുലികൾ റൗണ്ടിലിറങ്ങും. ലോകം മലയാളികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഓണത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർക്കാരുടെ ഓണം അവസാനിക്കുന്നത് പുലിക്കളിയോട് കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ നേരിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്കും എല്ലാവർക്കും പുലിക്കളി കാണാനുള്ള സംവിധാനം സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം നമ്മൾ ഈ പ്രാവശ്യം മുടക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാവാത്ത ഒരു പ്രത്യേകത, 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം പുലികൾക്കും സംഘാടകർക്കും കാണികൾക്കും ഒക്കെ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ഈ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. വലിയ ആഘോഷമായി ഗംഭീരമായി കൊട്ടിക്കയറട്ടെ. ചമയത്തിനും കൊടുത്തിട്ടുണ്ട്. ചമയത്തിനും സമ്മാനം ഈ പ്രാവശ്യം 1, 2, 3 സമ്മാനം കൊടുത്തിട്ടുണ്ട്. സുരേഷാണ് ഇവിടുത്തെ കാർന്നര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന സീതാറാം മിൽ വളരെ ഭംഗിയായി മുന്നോട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും നിൽക്കുന്നത്. എന്തൊക്കെ വെറൈറ്റികളാണ് ഇപ്രാവശ്യം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പുലിമടകൾ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളും നമ്മൾ ഇറങ്ങിയപ്പോൾ തൃശ്ശൂരിനെ ഞെട്ടിക്കുന്ന വെറൈറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിഗംഭീരമായ തൃശ്ശൂരിനെ അതിവിസ്മയകരമായ രീതിയിൽ ഞെട്ടിക്കുന്ന, മറ്റുള്ള സംഘങ്ങൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പുതിയ സസ്പെൻസുകൾ ഞങ്ങളുണ്ട്. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, അറിയാലോ. സസ്പെൻസ് നിലനിൽക്കട്ടെ. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ത്രസിപ്പിക്കാൻ ആ പുലിമടകളിലുള്ള പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള വിരുന്നനായിരിക്കും തൃശ്ശൂർ സാക്ഷ്യം വഹിക്കാൻ പോവുക. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.